Good afternoon, ladies and gentlemen. JCI ചുള്ളിക്കരയുടെ 16ാമത് ഇൻസ്റ്റലേഷൻ സെറിമണിയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. എല്ലാ വർഷവും വളരെ മികച്ച രീതിയിൽ മികച്ച ആളുകളുടെ സാന്നിധ്യത്തോടെ കൂടിയാണ് സാധാരണഗതിയിൽ JCI ചുള്ളിക്കര അതിന്റെ ഇൻസ്റ്റലേഷൻ സെറിമണി നിർവഹിക്കാറുള്ളത്. എന്നാൽ ഈ വർഷം അതിൽ നിന്ന് വിഭിന്നമായി നമുക്ക് പ്രത്യേക സാഹചര്യത്തിൽ ആദ്യം നിശ്ചയിക്കപ്പെട്ട ഒരു തീയതിയിലേക്ക് എത്താൻ സാധിച്ചില്ല. അതേ തുടർന്ന് നമ്മുടെ ഏറെ തിരക്കുള്ള സെഡ്പിയുടെയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഏറെ തിരക്കുള്ള പ്രസിഡന്റിന്റെയും സമയങ്ങൾ ഒത്തുചേർന്ന് വരുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്നാണ് ഇതുപോലെ ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഒരു പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചത്. അത് വളരെ പെട്ടെന്ന് കൂടിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് സാധാരണഗതിയിൽ ഇൻസ്റ്റലേഷൻ സെറിമണിക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു അംഗങ്ങളുടെ എണ്ണം ഉണ്ടാവുവാൻ നമുക്ക് സാധിച്ചില്ല എന്നത് ഒരു മാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രശ്നം. എന്തു തന്നെയായിരുന്നാലും ഇതൊന്നും JCI ചുള്ളിക്കരയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയില്ലെന്ന് JCI ചുള്ളിക്കരയുടെ പ്രവർത്തനത്തിൽ നിന്നുള്ള അനുഭവം വെച്ച് എനിക്ക് ഉറച്ചു പറയാൻ കഴിയും. JCI ചുള്ളിക്കര അതിന്റെ പ്രവർത്തനങ്ങളിൽ എന്നും വളരെ മുമ്പിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ നമ്മൾ JCI ചുള്ളിക്കരയുടെ ഇൻസ്റ്റലേഷൻ സെറിമണിയിലേക്കുള്ള ഗസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി JCI ചുള്ളിക്കരയുടെ പ്രസിഡന്റ് ചെയർമാൻ JFS ബിജു ബി മത്തായിയെ നമ്മുടെ ഇൻസ്റ്റലേഷൻ സെറിമണിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിലും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലും ഏറെ തിരക്കുള്ള ബിസിനസ്മാനാണ് അദ്ദേഹം. ഒരേ സമയം എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് JCI ചുള്ളിക്കരയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ തിരക്ക് പിടിച്ച ബിസിനസ് ജീവിതത്തിനിടയിലും അദ്ദേഹം JCI ചുള്ളിക്കരയുടെ പ്രസിഡന്റായി സമയാസമയങ്ങളിൽ JCI ചുള്ളിക്കരയോടൊപ്പം കൂടെ നിൽക്കാൻ അതേ സമയം മാനേജ് ചെയ്യുന്നതിന് ഏറ്റവും മികച്ച രീതിയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അടുത്തതായി നമ്മുടെ ചീഫ് ഗസ്റ്റ് JC രജീഷ് ഉദുമയാണ്. നമ്മുടെ സെഡ്പിയായി ചാർജ് ഏറ്റ മുതൽ ദിവസങ്ങളിൽ ഉച്ചയ്ക്കും വൈകുന്നേരവും ഇൻസ്റ്റലേഷനുകളിലേക്കുള്ള ഓട്ടത്തിലാണ് സെഡ്പി. അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം ഞാൻ നമ്മുടെ ഇൻസ്റ്റലേഷൻ സെറിമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ രാജേഷ് കുടക്കണി സാറാണ്. അദ്ദേഹത്തെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് നമ്മുടെ JCI ചുള്ളിക്കരയുമായി ഏറെ ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് രാജേഷ് സാർ. അദ്ദേഹത്തെ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സോൺ വൈസ് പ്രസിഡന്റ് JC മഹറൂഫ് ഇസ്മായിലിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഹൃദയപൂർവ്വം നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് IPP JC മോഹനൻ കൊടുമ്പൂരിനെയാണ്. അദ്ദേഹത്തെയും ഞാൻ ഹൃദയപൂർവ്വം ഇൻസ്റ്റലേഷൻ സെറിമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. JCI ചുള്ളിക്കരയുടെ സെക്രട്ടറി JC അഡ്വക്കേറ്റ് വിനയ് മങ്ങാട്ടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ JCI പ്രവർത്തകരെയും JCIയോട് ഹൃദയബന്ധം പുലർത്തുന്ന എല്ലാ പാസ്റ്റ് പ്രസിഡന്റുമാരുണ്ട്. അതോടൊപ്പം JCIയോട് വളരെ അടുപ്പം കാണിക്കുന്ന നമ്മളുമായി അടുപ്പമുള്ള മറ്റു സംഘടനകളിൽ നിന്ന് എത്തിയിട്ടുള്ളവരുണ്ട്. ലയൺസ്, അതേപോലെ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായി, എല്ലാവരെയും ഹൃദയപൂർവ്വം JCI ചുള്ളിക്കരയുടെ ഇന്നത്തെ ഇൻസ്റ്റലേഷൻ സെറിമണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. JCI. Presidential address. Eva, good afternoon to all of you. നമുക്കറിയാം, നല്ല ഉച്ച സമയമാണ്, ചൂടുള്ള സമയമാണ്. ഈ ഒരു ചെറിയ ഹാളിൽ നിങ്ങൾക്ക് അസൗകര്യങ്ങളുണ്ടെന്ന് അറിയാം. നമ്മൾ വൈകുന്നേരം നടത്താൻ പ്രോഗ്രാം സാധാരണ വൈകുന്നേരങ്ങളിലാണ് പ്രോഗ്രാം നടത്തുക. സോൺ 19 പുതിയ നായകൻ
ചെറു പുഞ്ചിരിയാൽ ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ പ്രസിഡന്റ് രജേഷ് ഉദുമ, നിരവധി ട്രെയിനിങ്ങൾ നൽകിക്കൊണ്ട് യുവതലമുറയെ വാർത്തെടുക്കുന്ന രാജേഷ് സർ, നമ്മുടെ സോൺ ഡിയുടെ ഡയറക്ടർ മെഹറൂബ് സാർ, JC ചുള്ളിക്കരയുടെ മുൻ പ്രസിഡന്റ് IPP മോഹൻ സാർ, സെക്രട്ടറി വിനയ് മങ്ങാട്, ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഡയറക്ടർ JC സോജൻ, മുൻ PPP മാർ, അതോടൊപ്പം തന്നെ മറ്റ് JC മെമ്പേഴ്സ്, ഇന്നിവിടെ സ്ഥാനാരോഹണം നിർവഹിക്കുന്ന നിയുക്ത പ്രസിഡന്റ് JC ലിബിൻ, സെക്രട്ടറി ജെഫിൻ, ട്രഷറർ അരുൺ, അതോടൊപ്പം തന്നെ JCയുടെ ഫാമിലി മെമ്പേഴ്സ്, വിശിഷ്ട വ്യക്തികളെ, അതിഥികളെ, 2023 കാലഘട്ടത്തില് JC ചുള്ളിക്കരയുടെ നേതൃത്വം ഏറ്റെടുക്കാനായിട്ട് ഞാൻ ഗൾഫിലിരിക്കുന്ന സമയത്ത് ഇവിടെ കൂടിയ JBയിൽ നിന്ന് എനിക്ക് ഫോൺ കോൾ വരികയും ആ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് അവർ ശാഠ്യം പിടിച്ചതിന്റെ പേരിൽ, കാരണം നിങ്ങൾക്കെല്ലാം അറിയാം എന്നെ ഇവർ വിളിക്കുന്ന ഇന്റർനാഷണൽ പ്രസിഡന്റ് എന്നാണ്. തീർച്ചയായിട്ടും അവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനം നടത്തുക എന്നൊരു വളരെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ആ സാഹചര്യത്തിൽ അവർ സ്നേഹത്തോടെ ആ പദവി വെച്ച് നീട്ടിയപ്പോൾ എൻ്റെ മനസ്സും ആഗ്രഹിച്ചു. കാരണം JC ചുള്ളിക്കരയുടെ നേതൃത്വ നിരയിലേക്ക് എത്താനുള്ള ഒരു അവസരം ഞാൻ അത് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ജീവിത കാലഘട്ടത്തിൽ കിട്ടുന്ന ഒരു അസുലഭ സന്ദർഭം വേണ്ടാന്ന് വെക്കുന്ന മടയത്തരമാണെന്ന് ഞാൻ വിശ്വസിച്ച് ആ ഉത്തരവാദിത്വം ഞാൻ സന്തോഷം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഏറ്റെടുക്കാം, നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രം. ആ ഒരു ചങ്കറപ്പ് അവരെനിക്ക് തന്നോടെ ആ സ്ഥാനം ഞാൻ ഏറ്റെടുക്കുകയും 2023 ജനുവരി 7 ഞാൻ ആ സ്ഥാനാരോഹണ ചടങ്ങ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നിന്നുകൊണ്ടും ഇവിടെ നിന്നുകൊണ്ടും JC ചുള്ളിക്കരയുടെ പേര് സോൺ 19 ഏത് സോണിൽ പോയി ഏത് ചാപ്റ്ററിൽ പോയി പറഞ്ഞാലും JC ചുള്ളിക്കര എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞതിൽ എനിക്ക് അഭിമാനമാണ്. കാരണം ഇപ്പൊ ഞാൻ സെൽഫിയോട് ചോദിക്കുകയുണ്ടായി, എത്ര ലോ ഉണ്ട് നമ്മുടെ, അതായത് ചാപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ സോണിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആക്റ്റീവായി പ്രവർത്തിക്കുന്ന 45ഓളം, ആക്ച്വലി 58ഓളം ലോ ഉണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദാറ്റ് മീൻസ് 13ഓളം ചാപ്റ്റേഴ്സ് നിഷ്പ്രഭമായി നിൽക്കുന്ന സമയത്തും നമ്മുടെ ഈ ഒരു ചെറിയ ടൗണിൽ നിന്നും സോൺ 19 വയനാട്, കണ്ണൂർ, കാസർഗോഡ് അടങ്ങുന്ന 3 ജില്ലകളിൽ നമ്മുടെ ചുള്ളിക്കരയ്ക്ക് ഒരു പേരുണ്ടാക്കി എടുക്കാൻ പറ്റിയെങ്കിൽ നമ്മുടെ മിനിമം വിരലിലെണ്ണാവുന്ന മെമ്പേഴ്സിന്റെ മാത്രം പ്രവർത്തനം കൊണ്ടാണ്. നമുക്കറിയാം ഇന്നത്തെ ഈ പരിപാടിക്ക് പോലും നമുക്കറിയാം നമ്മുടെ മെമ്പേഴ്സ് ഓൾമോസ്റ്റ് 38ഓളം മെമ്പേഴ്സ് നമുക്കുണ്ടെങ്കിലും ഇതിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ എണ്ണം വളരെ വിരലിലെണ്ണാവുന്നതാണ്. കൂടുതലും പാസ്റ്റ് പ്രസിഡന്റുമാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന ഒരു സത്യാവസ്ഥയാണ്. എന്തുകൊണ്ട് ഇന്നത്തെ യുവതലമുറ ഇതേപോലെയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നില്ല? നമുക്കറിയാം ഇന്ന് അവസരങ്ങൾ തേടി വിദേശത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറ നമുക്ക് നഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇന്നത്തെ ഓരോ യുവാക്കളും ഇങ്ങനെയുള്ള യുവാക്കളെ വാർത്തെടുക്കുന്ന പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റാവുന്നത്ര രീതിയിലുള്ള നമ്മുടെ യുവാക്കളെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരുന്നത് വഴി നല്ല യുവതലമുറയെ വാർത്തെടുത്തുകൊണ്ട് അതറിയാം, അതായത് 18 മുതൽ 40 വയസ്സ് വരെയുള്ള യുവാക്കളെയാണ് JCക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുക. 40 വയസ്സിന് ശേഷം നല്ല യുവതലമുറയെ വാർത്തെടുത്ത് സമൂഹത്തിലേക്ക് നൽകുന്ന ഉത്തരവാദിത്വമാണ് JC ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായും JCയിൽ പ്രവർത്തിക്കുന്ന ഒരു യുവാവും അല്ലെങ്കിൽ യുവതിയും വഴിതെറ്റിപ്പോയിട്ടില്ല. അവർക്ക് കിട്ടുന്ന ട്രെയിനിങ് ബിസിനസ് മേഖലയായാലും അവരുടെ പ്രൊഫഷണൽ ആയാലും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ചങ്കൂറ്റം നൽകിക്കൊണ്ടാണ് JC അവരെ വാർത്തെടുക്കുന്നത്. ഇനി JC ചുള്ളിക്കരയിൽ പറയാനാണെങ്കിൽ പ്രവർത്തനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ലഹരിക്കെതിരെ ഒരു കൂട്ടം നടത്തിക്കൊണ്ട് സെന്റ് പൈസ് കോളേജിലെ NSS യൂണിറ്റുമായി ചേർന്ന് നിന്നുകൊണ്ട് CI രാജപുരം സ്റ്റേഷനിലെ CI കാളിദാസ് സാർ ഫ്ലാഗ് ഓഫ് ചെയ്ത് മാലക്കല്ലിൽ KVS സാർ കേരള വ്യാപാരി വ്യവസായിയുടെ സഹകരണത്തോടുകൂടി ആ ചടങ്ങ് ആ കൂട്ടം നടത്തം അവസാനിക്കുകയും അന്നേ ദിവസം
വേടകം മധു നയിച്ച ഏകാംഗ നാടകവും ലഹരിക്കെതിരെ നമ്മൾ മാലങ്കലിൽ നടത്തിക്കൊണ്ട് നമ്മുടെ JC പ്രവർത്തനത്തിന് 2023 തുടക്കം കുറിച്ചു. അതിനുശേഷം നമുക്ക് പറയാൻ പറ്റുന്ന ഏതൊരു ചാപ്റ്ററിനും അഭിമാനം അല്ലെങ്കിൽ പുളകിതരാകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുകയുണ്ടായി. നിരവധി സൈലന്റ് വർക്കേഴ്സിനെ ആദരിക്കുന്ന നിരവധി ചടങ്ങുകൾ നമ്മൾ നടത്തി. നമുക്കറിയാം, നമ്മുടെ എല്ലാം മുൻകാലങ്ങളിൽ മാനക്കിലുണ്ടായിരുന്ന GM കോളേജ് എന്ന ചെറിയ ഒരു കോളേജ്, വിദ്യാഭ്യാസം അപ്രാപ്യമായിരുന്ന കാലത്ത് നമുക്ക് ഇവിടെയുള്ള യുവതി യുവാക്കൾക്ക് കോളേജ് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി തുടങ്ങി വെച്ച GM കോളേജ് നടത്തി വന്ന കടുത്തോടി അബ്രാസാരെ നമ്മൾ ആദരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി അതിരുകളിൽ കാവൽ നിൽക്കുന്ന ഹൈദാർ ഫ്രാൻസിസ് സാറിനെ നമ്മൾ ആദരിച്ചു. നമുക്ക് വെളിച്ചം നൽകിയപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്ന ലൈൻമാൻ JC ജോസഫ് സാറിനെ നമ്മൾ ആദരിക്കുകയുണ്ടായി. ഇതെല്ലാം നമ്മുടെ JC പ്രവർത്തനത്തിന് അവരെ മറ്റുള്ളവരെ സൈലന്റ് ആയി വർക്ക് ചെയ്യുന്നവരെ ആദരിക്കുന്നതിനുള്ള പ്രചോദനം നൽകുന്ന JC പ്രസ്ഥാനത്തിലൂടെ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ സാമൂഹിക സേവന പദ്ധതിയുടെ ഭാഗമായി JCI പ്രവാഹനം ചെയ്യുന്ന ക്യാൻസർ രോഗികൾക്ക് കൈത്താങ്ങുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് 6ഓളം ക്യാൻസർ രോഗികളുടെ വീടുകൾ നമ്മൾ ഭക്ഷണ പൊതികൾ എത്തിച്ചു നൽകി. അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ ദുഃഖങ്ങളിൽ നമ്മൾ ഒരു ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ 6ഓളം സ്കൂളുകളിൽ പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ പുതിയ അധ്യയനത്തിൽ തുറക്കുന്ന സ്കൂളുകളിൽ കുഞ്ഞു കൂട്ടുകാരോടൊപ്പം നമ്മൾ ചെറിയ കുട്ടികളായി മാറിക്കൊണ്ട് നമുക്ക് അവർക്ക് പഠനോപകരണങ്ങൾ നൽകാൻ സാധിച്ചു. നമുക്കറിയാം, JC എന്നൊരു പ്രസ്ഥാനം യുവതലമുറയെ വാർത്തെടുക്കുന്ന ഒരു സംഭവമാണെന്ന് അറിയാം. ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് യൂണിയൻ ചേംബർ ഓഫ് ഇന്റർനാഷണൽ. യുവാക്കളെ വാർത്തെടുക്കുന്ന രീതിയിൽ നമ്മൾ തുടക്കം കുറിച്ചുകൊണ്ട് ചേസ് യുവർ ഡ്രീംസ് എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ബൂൺ സ്കൂളിൽ വെച്ച് നടത്തുകയുണ്ടായി. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമുക്കെല്ലാം അറിയാവുന്ന വേണുഗോപാൽ സാറാണ് ക്ലാസ് നയിച്ചത്. യുവാക്കളെ, യുവതികളെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത ക്ലാസ് ഇന്നും ഓരോ കുട്ടികളുടെ ഓരോ JC മെമ്പേഴ്സിന്റെയും കാതുകൾ പ്രമുഖമാണ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമുക്കറിയാം, പ്രസംഗം ഒരു കലയാണ്. എല്ലാവർക്കും പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചിലരുടെ പ്രസംഗം കേട്ട് നമ്മളെല്ലാം കോരിത്തിരിച്ചിരിക്കാറുണ്ട്. അതിനുവേണ്ടി JC ചുള്ളിക്കര എല്ലാ വർഷവും നടത്താറുള്ളത് പോലെ JC പ്രവാഹനം ചെയ്യുന്ന EPS ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ് നമ്മൾ നമ്മുടെ JCയുടെ എപ്പോഴും അഭിമാനമായിരുന്നു JC ജോബി സാർ നമുക്ക് വേണ്ടി നടത്തുകയുണ്ടായി. നിരവധി പേർ അതിന്റെ ഭാഗവാക്കായി. അതുപോലെ തന്നെ ലോ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം, ലോക്കൽ അസിസ്റ്റന്റ് ട്രെയിനിങ് പ്രോഗ്രാമായി നമ്മുടെ അന്നത്തെ സോൺ വൈസ് പ്രസിഡന്റ് JC ശ്യാംജിത്ത് നൽകി നമുക്ക് നമ്മളെ കൂടുതൽ JCs നമ്മളിൽ ഉണർത്തുവാൻ സാധിച്ചു. നിരവധി, അതുപോലെ തന്നെ ആസ് എ പ്രസിഡന്റ് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. പ്രസിഡന്റ് അക്കാദമിയിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു പ്രസിഡന്റിന് മാത്രം കിട്ടുന്ന ഒരു അവകാശമാണ്. 3 ദിവസം നീളുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളെ അടിമുടി മാറ്റി മറിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ് പ്രസിഡന്റ് അക്കാദമി. 1 രൂപ പോലും JC നമ്മോട് മേടിക്കാതെ 5 സ്റ്റാർ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള റിസോർട്ടുകളിലോ മാത്രം നടത്തുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം. എനിക്ക് സാധിച്ചത് ഏറ്റവും വലിയ ലക്കി എന്ന് പറയാൻ പറ്റുന്നത് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ മരിയോട്ടിൽ വെച്ച് 3 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചു. എന്നിൽ ഉളവാക്കിയ മാറ്റം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി എനിക്ക് കരുതിയ JC എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് PA അക്കാദമിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും JC മെമ്പേഴ്സ് എല്ലാവരും നമ്മുടെ മിഡ്കോൺ JCക്ക് ഒരു വർഷത്തിൽ 2 പ്രോഗ്രാമാണ് മേജർ ആയിട്ടുള്ളത്. ഒന്ന് മിഡ്കോണും ഒന്ന് സോൺ കോൺഫറൻസും. നമ്മൾ മിഡ്കോണിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ JC പയ്യന്നൂർ സംഘടിപ്പിച്ച മിഡ്കോണിൽ നമ്മളും ഭാഗവാക്കായി. അതിനേക്കാളൊക്കെ ഉപരി ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മെമ്പേഴ്സിന് നമ്മൾ ട്രെയിനിങ്ങുകൾ നൽകാറുണ്ട്. നമ്മൾ പല പരിപാടികളൊക്കെ നടത്താറുണ്ട്. അവരുടെ ഒരു
കൂട്ടായ്മയ്ക്ക് വേണ്ടി എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട് ഒരു ടൂർ അല്ലെങ്കിൽ 1 ഡേ പ്രോഗ്രാം അല്ലെങ്കിൽ 2 ഡേയ്സ് 3 ഡേയ്സ്. ബട്ട് ചില സാഹചര്യങ്ങളിൽ ഈ വർഷവും നമുക്ക് നടത്താൻ സാധിച്ചത് ഒരു 1 ഡേ പിക്നിക്കിനാണ്. പാലക്കയം തട്ടിലേക്ക് JC മെമ്പേഴ്സ് നടത്തിയ ഈ വർഷത്തെ ടൂർ പ്രോഗ്രാം ഏറ്റവും ഫലവത്തായി. കാരണം പലർക്കും അതൊരു ആദ്യാനുഭവമായിരുന്നു. ചിലർ പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങിയത് ആ സമയത്താണ്, ചിലർ വാൾ വെച്ച് തുടങ്ങിയത് ആ സമയത്താണ് ചിലർ കൂട്ടുകൂടാൻ പോലും തുടങ്ങിയത് ഈ സമയത്താണ്. അതിന്റെ ഓർമ്മകൾ ഇന്നും പലരും പാടി നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ചില രാവുകളിൽ. അതിനെല്ലാം നമുക്ക് വഴിയാക്കിയത് നമ്മുടെ ടൂർ പ്രോഗ്രാമാണ്. അതിന്റെ കോർഡിനേറ്റർ ആയിരുന്ന JC മനോജ് അതിന് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ JC മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് മാത്രമല്ല, JC ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം, മക്കള് ഇവരൊക്കെ അടങ്ങുന്നതാണ്. ഇവരെല്ലാം പുറത്തിറക്കിക്കൊണ്ട് നമ്മുടെ JCസം വളർത്തുക എന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്കറിയാം ഓരോ പ്രവർത്തനത്തിനും നമ്മൾ വീട് വിട്ടിറങ്ങുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്, അവർക്കുണ്ടാകുന്ന സങ്കടങ്ങള്, അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഫാമിലി GB വിളിച്ചു കൂട്ടുന്നത്. പലയിടത്തും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും നമുക്കറിയാം കഴിഞ്ഞ 16 വർഷമായിട്ട് JC ചുള്ളിക്കര ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് തോന്നുന്നു JC ചുള്ളിക്കര കൂടുതൽ ഫേമസ് ആയി അറിയപ്പെടുന്നത് 2015 എനിക്ക് തോന്നുന്നു നമ്മുടെ മുൻ PPP ബിജു മുണ്ടപ്പുഴ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണെന്ന് എനിക്ക് ഉറച്ചു വിശ്വസിക്കാൻ എനിക്ക് പറയാൻ പറ്റും. കാരണം അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വർഷം കൂടിയാണ് 2015 സോൺ കോൺഫറൻസ് നമുക്ക് സാധിച്ചത്. അത് അന്ന് ആ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത് നമ്മുടെ ബിജു മുണ്ടപ്പുഴയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ വന്നത്. എങ്കിൽ പോലും ഫാമിലി എന്നൊരു സെറ്റപ്പിലേക്ക് ആ ഫാമിലിയുടെ ഒരു കൂട്ടായ്മ വളർത്തിക്കൊണ്ടുവരാൻ നാളെ വരെ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഈ പ്രാവശ്യത്തെ ഫാമിലി GPകള് നമ്മുടെ JC ചുള്ളിക്കരയുടെ മെമ്പേഴ്സിന്റെ ഒരു കൂട്ടായ്മ മാത്രമല്ല, ഒരു ഫാമിലിയുടെ കൂട്ടായ്മ കൂടിയാണ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത്. കുട്ടികളെ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് സോജന്റെ വീട്ടിൽ നടത്തിയ ഫാമിലി GPയിൽ നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയിലായാലും കലാപരമായ കാര്യങ്ങളിലായാലും പങ്കെടുത്ത് മികച്ച സമ്മാനങ്ങളൊക്കെ കൈപ്പറ്റിയവർക്കൊക്കെ നമ്മൾ അനുമോദനം നൽകുകയുണ്ടായി. ആ സമയത്ത് കുട്ടികൾക്കെല്ലാം അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തു. നമ്മുടെ കുടുംബങ്ങളിലെ സ്ത്രീകളെ പരസ്പരം സംഘടിപ്പിക്കുകയുണ്ടായി. അവരെ ഒന്നിച്ചു കൂട്ടുന്നതിനായി നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ എന്റെ വീട്ടിൽ വെച്ച് നടത്തിയ ഫാമിലി GPയിലും ഇതേപോലെ തന്നെ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിച്ചു. പിള്ളേർ അവർ കൂടുതൽ അടുത്തു. ഈവൻ സ്ത്രീകൾ അവർ തമ്മിലൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. അതിലൂടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ JC മെമ്പേഴ്സ് ചെയ്യുന്ന എല്ലാ കുരുത്തക്കേടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ്. അവരുടെ ഓരോ പ്രവർത്തികൾക്കും കുറ്റൂലങ്ങൾ വീഴാൻ തുടങ്ങി എന്നുള്ളതാണ്. എവിടെ പോവാണ് JC മീറ്റിംഗ് ഉണ്ട്, അപ്പം തന്നെ അടിക്കും ഗ്രൂപ്പിൽ, എടി അവിടെ മീറ്റിംഗ് ഉണ്ടോ, ഇല്ലല്ലോ എന്നുള്ള മെസ്സേജ് വരുമ്പോഴത്തേക്കും പിടിക്കുക, എങ്ങോട്ടാ ഞാൻ അറിഞ്ഞുവെല്ലാം. ഈ ഒരു കള്ളം ഇത്രയും സുതാര്യമായ ഒരു കാര്യത്തിലേക്ക് JC മെമ്പേഴ്സിന്റെ ഈ ഒരു ഫാമിലിയിൽ ഈ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഇപ്പൊ അവർക്ക് വളർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചത് ഈ വർഷം ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു വലിയ അവകാശം എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ഏറ്റവും നല്ല ഒരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കും. കാരണം നമ്മുടെ ഫാമിലി ഇതുപോലെ കുട്ടി കൊണ്ടുപോയി നമുക്ക് പ്രോഗ്രാമുകൾ നടത്തി ഫാമിലിയിലെ കുട്ടികളെ സ്ത്രീകളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന എന്നുള്ളത് ഏറ്റവും വലിയൊരു സംഭവം കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. നമുക്കറിയാം നമുക്കെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ ഓരോ വർഷത്തിൽ നമ്മൾ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ 2 വലിയ പ്രോഗ്രാമാണ് എനിക്ക് ഏറ്റെടുത്ത് പറയാൻ പറ്റുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കഴിഞ്ഞ ഓണ സമയത്ത് JC ചുള്ളിക്കരയും അതോടൊപ്പം തന്നെ രാജപുരം പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് ബഡ് സ്കൂൾ ചുള്ളിക്കരയിൽ വെച്ച് നടത്തിയ ഓണാഘോഷ പരിപാടി. ജീവിതത്തിൽ ഇന്നോളം ഒരു ബഡ് സ്കൂളിലോ അങ്ങനത്തെ ഒരു ഡിസേബിൾഡ് പിള്ളേരുടെ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുക്കുകയുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആ ഓണാഘോഷ പരിപാടി അവരോടൊപ്പം ആഘോഷിച്ചത് മുതൽ അവരുടെ സ്നേഹത്തിന്റെ അവരുടെ സന്തോഷത്തിന്റെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചു.
ഏറ്റവും നിർവൃതി തന്ന ഒരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നിയത് JC ചുള്ളിക്കരയോടൊപ്പം ആ കുട്ടികളുടെ കൂടെ ഓണാഘോഷിച്ചു ആടി പാടി തിമിർത്ത 2-3 മണിക്കൂറുകളാണ്. അവരിലുണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്ന് പിന്നീട് അവിടെ ഒരു പ്രാവശ്യം പോയപ്പോൾ മനസ്സിലായി. കാരണം അവർ പറഞ്ഞത് വീണ്ടും നമ്മൾ പ്രോഗ്രാമുമായി അവരുടെ അടുത്തേക്ക് ചെല്ലണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളാവുന്ന ഒരു പ്രോഗ്രാമായിരുന്നു സ്വാന്തനം പദ്ധതിയുടെ പേരിൽ ഫാദർ പയ്യനാട്ട് മാത്യു പയ്യനാട്ട് സംഘടിപ്പിച്ച ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും മാതൃഭൂമിയുടെയും നേതൃത്വത്തിൽ 17ഓളം വീടുകൾ വെച്ച് നൽകുന്ന കൊട്ടോടിയിലെ സ്വാന്തന ഭവന പദ്ധതിയിലേക്ക് JC ചുള്ളിക്കരയ്ക്ക് അവിടെ വേണ്ടുന്ന ജലവിതരണ സംവിധാനം ചെയ്തു കൊടുക്കാൻ പറ്റിയെന്നുള്ളത്, ഒരു സസ്റ്റൈനബിൾ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് ഏതൊരു ലോകത്തിന്റെയും ചാപ്റ്ററിന്റെയും ഒക്കെ സ്വപ്നമാണ്. നമുക്ക് എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു സ്വാതന്ത്ര്യ പദ്ധതിയിലൂടെ കുടിവെള്ള പദ്ധതി നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും JC ചുള്ളിക്കരയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ സ്ഥാനം ഒഴിയാൻ പോകുന്ന ഈ അവസരത്തിൽ എനിക്ക് എന്നും തലയെടുപ്പോടെ പറയാൻ പറ്റുന്നൊരു കാര്യം, JC ചുള്ളിക്കരയ്ക്ക് വേണ്ടി അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിച്ചു. അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, എന്റെ കൂടെ തോളോടൊപ്പം നെഞ്ചോട് ചേർന്ന് നിന്ന എന്റെ പ്രിയ JC മെമ്പേഴ്സ് തന്നെയാണ്. ചിലരെയെങ്കിലും പേരെടുത്ത് പറയാതെ പോയി കഴിഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല. ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന JC സോജൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെതായ ബിസിനസ് തിരക്കുകൾക്കിടയിലും അദ്ദേഹം ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് കൂടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് കൂടി ഒരിക്കലും ഈ ഒരു പ്രവർത്തന മേഖല ഞാൻ വിദേശത്തായിരിക്കുന്ന സമയത്ത് പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യുകയും കൊണ്ടു നടക്കുകയും ചെയ്ത് JC ചുള്ളിക്കരയ്ക്കും പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കും അതിനുള്ള മികവ് നേരിടാൻ സാധിച്ചത് അദ്ദേഹത്തിനുള്ള സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ JC മനോജ്, JC സന്തോഷ്, JC റോണി, സജി ഏഞ്ചൽ, PP ഷാജിമാഷ്, JC കമലാശന്മാർ, ഒട്ടും കുറച്ച് കാണാൻ പറ്റുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ ഒരു സഹോദര തുല്യം എന്റെ കൂടെ നിന്ന് തോളോട് തോൾ ചേർന്ന് എന്നെ സഹായിച്ച IPP മോഹനൻ, എനിക്ക് എപ്പോഴും ചേർത്ത് നിർത്തി പറയുക എനിക്ക് ഉപദേശം നൽകിക്കൊണ്ട് നിന്നിരുന്ന JC മോഹനൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഒപ്പം പുറത്തു നിന്നും, അതായത് സജീവം അല്ലെങ്കിലും JCക്കുള്ളിൽ എപ്പോഴും സപ്പോർട്ട് നൽകിക്കൊണ്ട് നിൽക്കുന്ന മുൻ PP പൂക്കൾ, സുരേഷ് പൂക്കൾ, PP ബിജു മുണ്ടപ്പുഴ, ഇവരെയൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലിബിൻ, ഇന്ന് ഇപ്പൊ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുക്കുന്ന JC ലിബിൻ, ഏതൊരു സമയത്തും പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ എപ്പോഴും ഏത് സമയത്ത് ചെയ്തത് JC ലിബിൻ, ജെഫിൻ, അതോടൊപ്പം തന്നെ ഏത് പ്രോഗ്രാമുകളും സഹായിയായിട്ട് നിന്നിരുന്ന JC അരുൺ, ഇവരെയൊക്കെ ഞാൻ സ്നേഹത്തോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രൊജക്റ്റുകളും നമുക്ക് എഴുതി സോണിലോട്ട് അയക്കാൻ വേണ്ടി എപ്പോഴും നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് വിനയ്, നമുക്കറിയാം അദ്ദേഹം അഡ്വക്കേറ്റ് മാത്രമല്ല ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ പോലും ഈ പ്രോഗ്രാമുകൾ സോണിലോട്ട് എത്തിക്കാൻ അദ്ദേഹം കാണിച്ച വ്യഗ്രതയും ആത്മാർത്ഥതയും ഞാൻ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ്. ഇനി ഏറ്റവും കൂടുതൽ ഞാൻ അവസാനമായി പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ്, ഒക്ടോബർ 15 എന്ന് പറയുമ്പോൾ JC ചുള്ളിക്കരയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. മുൻ പ്രസിഡന്റ് KK സന്തോഷിന്റെ മരണം JC ചുള്ളിക്കരയ്ക്ക് തീരാത്ത ഒരു സഹോദരനെ, ഒരു അച്ഛനെ, ഒരു കൂട്ടുകാരനെ, ഒരു ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു. ആ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ദുഃഖം നൽകുന്നത്. കാരണം ചെറിയ കാലയളവ് കൊണ്ട് എല്ലാ JC മെമ്പേഴ്സിന്റെയും ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് സ്നേഹത്തിന്റെ വിത്ത് പാകിയ ഒരു JC-യാണ്. വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന അദ്ദേഹം മറ്റുള്ള ഒരാളുടെ ഹൃദയത്തിലേക്ക് എങ്ങനെ കടന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ഉത്തരമില്ല. അദ്ദേഹത്തിന്റെ സൗമ്യമായ സംഭാഷണം, സൗമ്യമായ പെരുമാറ്റം, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം കാണിക്കുന്ന തീഷ്ണത, അദ്ദേഹം ഏതൊരു JC മെമ്പേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം അദ്ദേഹം എല്ലാ JC മെമ്പേഴ്സിന്റെയും പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ള കാര്യം.
നമ്മൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആടകത്തെ അനാഥാലയത്തിൽ അന്നേ ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അവിടുത്തെ അന്തേവാസികളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനം പുതുക്കുകയുണ്ടായി. ഇവിടെ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ജേസി ഒരിക്കലും നമ്മുടെ വിട്ടുപോയ അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയ ഒരു സഹോദരനെ നമ്മൾ കൈവിടില്ല, അവരുടെ കുടുംബത്തെയും നമ്മൾ കൈവിടുകയില്ല. അവർക്ക് വേണ്ടുന്ന സഹായധനം നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ സമാഹരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകുകയുണ്ടായി. അത് മാത്രമല്ല, അവിടെ കൊണ്ട് തീർന്നില്ല, അതിനുശേഷമുള്ള ഏതൊരു സാഹചര്യത്തിലും എനി ടൈം 24/7 നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പുള്ള ഒരു വാഗ്ദാനവും നമ്മൾ അവരുടെ കുടുംബത്തിന് നൽകിയിട്ടാണ്. എനി ടൈം അവർക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാമെന്നുള്ള കാര്യം ഇപ്പോഴും അവരെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുകയും സുഖാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. സോളിൽ നിന്ന് വന്ന് അവരുടെ കുടുംബത്തിൽ ഏതൊരു പ്രോഗ്രാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പോലും അവരുടെ ഭവനം സന്ദർശിക്കുകയും അവരോടൊപ്പം നമ്മുടെ കൂട്ടായ്മ വിളിച്ചറിയിക്കുകയും ചെയ്യാറുണ്ട്. കൂടുതലായിട്ട് പറയാനില്ല, നമുക്ക് എല്ലാവർക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ച JCK നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നേ ഉള്ളൂ, അംഗീകാരങ്ങൾ മാത്രമാണ്. നമ്മൾ ഇതിനകത്ത് 1 രൂപ പോലും പാരിതോഷികം പ്രതീക്ഷിച്ചുകൊണ്ടല്ല JCK ഒരു വ്യക്തിയും വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്കറിയാം, ഒരു വ്യക്തി അദ്ദേഹത്തിന് ടൈം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് ലീവ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം മാറ്റിവെച്ചുകൊണ്ട് JC പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അവരാഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, നാടിന്റെ നന്മ, തൻ്റെ സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ നന്മ ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് അവരെല്ലാവരും ഈ JC പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ JC പ്രസ്ഥാനത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരാൾ ഇങ്ങോട്ട് കടന്നു വരരുത്. JC നിരവധി ഓഫറുകൾ, JC ഒരു നിറകുടമാണ്. ആ നിറകുടത്തിൽ നിന്ന് വന്ന് നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കുകയുള്ളൂ. JC തുറന്നു വെച്ചിരിക്കുന്ന ഒരു കവാടമാണ്. നിങ്ങൾ അതിലേക്ക് കടന്നു വന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെടുത്തിട്ട് പോകാൻ പറ്റുമെന്നുള്ളത് നിങ്ങളുടെ മിടുക്കാണ്. ഒരിക്കലും JCക്ക് വിളിക്കില്ല, ഇത് നിങ്ങൾക്കുള്ളത്, ഇത് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ JC നിങ്ങളെ പഠിപ്പിക്കുന്നില്ല, ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വാതാനം തുറന്നിട്ടുകൊണ്ട് നിങ്ങളെ എപ്പോഴും മാടി വിളിക്കുന്നത് പ്രസ്ഥാനമാണ് JC. ഇത്രയും സ്നേഹത്തിലും സൗഹൃദത്തിലും പ്രവർത്തിക്കുന്ന ഒരു വേറെ സംഘടന നമുക്ക് എവിടെയും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ പങ്കെടുത്ത സോൺ മീറ്റിംഗ്, നമുക്ക് കിട്ടാവുന്ന പല അവാർഡുകളും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില പോരായ്മകൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. എങ്കിലും ഞാൻ നമ്മുടെ മെമ്പർ ഓഫ് സാറിനോട് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, ശരിയാണ്, നിങ്ങൾക്ക് അവാർഡുകളൊന്നും സ്വീകരിച്ച് കിട്ടിയില്ല. കാരണം അതിന് ചില സാങ്കേതിക തകരാറുകൾ അല്ലെങ്കിൽ നമ്മൾ കിട്ടിയാൻ മറന്നുപോയത് കൊണ്ടുണ്ടായ ഒരു തകരാറ് കൊണ്ട് നമുക്കൊരു അവാർഡ് പോലും നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല. ഒരു JCനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളെല്ലാവരും കിട്ടി പുറപ്പെട്ടത് ആ അവാർഡുകൾ സ്വീകരിക്കാൻ. നമുക്ക് കിട്ടാവുന്ന ഷുഗർ ഷോട്ടായ 1-2 അവാർഡുകൾ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല. കാരണം നമുക്ക് സമയത്ത് അത് കിട്ടിയാൻ പറ്റിയില്ല. മെഹറൂഫ് പറഞ്ഞത്, മെഹറൂഫ് ഇതാണ് സാർ പറഞ്ഞത്, ഇതാണ് സർ, അവാർഡ് കിട്ടിയില്ലെങ്കിൽ എന്താ, JC ചുള്ളിക്കരയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അഭിമാനത്തോടെ അവർ പറയും, ഏത് ലോമിൽ പോയി പറഞ്ഞാലും JC ചുള്ളിക്കരയെ പറ്റി പറയും, അത് തന്നെയാണ് സാർ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അവാർഡ്. തീർച്ചയായിട്ടും ഈ വരുന്ന പുതിയ കമ്മിറ്റി അല്ലെങ്കിൽ പ്രസിഡന്റ് സെക്രട്ടറി മിസ്റ്ററോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് JCയിൽ കിട്ടാനുള്ളത് അവസാനം ഈ പാരിതോഷികങ്ങൾ മാത്രമാണ്, അംഗീകാരങ്ങളാണ്. JCക്ക് നമുക്ക് കിട്ടാനുള്ളത് പ്രവർത്തിക്കുക മാത്രമല്ല, അത് റിപ്പോർട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി PT ചെയ്യുകയും ചെയ്യേണ്ട സമയമാകുമ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ള ആ ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും 1 വർഷം നീണ്ടു നിൽക്കുന്ന JC പ്രവർത്തനം അവസാനിച്ചു പോകുമ്പോൾ കൂടെ നിന്നവരെ വെറും കൈയോടെ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു മണ്ടത്തരമായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ഹൃദയശൂന്യതയായി മാറുന്ന ഒരു
സംഭവമാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ കൂടെ തോളോട് നിന്ന് മനസ്സോട് മനസ്സ് ചേർന്ന് നിന്നുകൊണ്ട് എന്നോട് പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകരെ, കൂട്ടുകാരെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിൽ ഫാമിലിയിൽ നിന്നും ചില മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കേണ്ട ഒരു ബാധ്യത കൂടി പ്രസിഡന്റ് എന്ന നിലയിൽ ഇപ്പോൾ എന്നിൽ